ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഇന്ന് ആഗോള തിരുസഭ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ആഗോള പ്രേക്ഷിത ദൗത്യത്തിൻ്റെ പ്രഘോഷക കൂടിയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. ഏറ്റവും ചെറിയൊരു കാലഘട്ടത്തിൽ ഈ ലോകത്ത് ജീവിച്ച് പിതാവിൻ്റെ ഇഷ്ടം വിശ്വസ്തയോടെ നിറവേറ്റിയ വത്സലപുത്രിയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. എൻ്റെ സ്വർഗീയ ജീവിതം ഭൂമിയിൽ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുമെന്നും സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസ പുഷ്പങ്ങൾ വർഷിക്കുമെന്നും വാഗ്ദാനം ചെയ്തവളായിരുന്നു. സത്യത്തിൽ ഈ വിശുദ്ധയുടെ ജീവിതം 3 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ അനുകരിക്കാൻ കഴിയുന്നതും എല്ലാവർക്കും വിശുദ്ധരാകാൻ കഴിയുമെന്നും ഭൂമിയെ പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ പാഠമായിരുന്നു. വിശുദ്ധയുടെ ജീവിത ചരിത്രം വായിക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഏറ്റവും ചെറിയ കാര്യങ്ങളിലൂടെ ഏറ്റവും വലിയ വിശുദ്ധയായി മാറിയ പ്രേക്ഷിതയാണവൾ. നമുക്ക് വിശുദ്ധരാകാൻ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല, ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോട് ചെയ്താൽ മതി എന്ന് ഭൂമി അവൾ പഠിപ്പിച്ചു. കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ വിശ്വസ്തതയിൽ വലിയ നന്മയുടെ ബലമുണ്ടെന്ന് ലോകത്തെ അറിയിച്ചു. യേശു പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരെങ്കിൽ വലിയ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കുമെന്ന്. ആ വിശ്വസ്തതയുടെ അടയാളം കൂടിയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. ഈ വിശുദ്ധയുടെ മഹനീയമായ ജീവിത മാതൃക ആഗോള തിരുസഭയ്ക്ക് എന്നല്ല, സകല ജനപദങ്ങൾക്കും അനുകരിക്കാൻ കഴിയുന്ന ഏറ്റവും ലാളിത്യമുള്ള ഒരു ജീവിതമാണ്. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. വിശുദ്ധരാകുവാനുള്ള വിളിയാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം എന്ന് വിശുദ്ധ നമ്മെ ഓർമ്മപ്പെടുത്തി. ഈശോയുടെ മടിത്തട്ടിലിരിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത ജീവിതാന്ത്യം വരെ കാത്തു സൂക്ഷിക്കാൻ കഴിയുമെന്ന് വിശുദ്ധയുടെ ജീവിത പാഠം പഠിപ്പിച്ചു. മഠത്തിനുള്ളിൽ മാത്രം ജീവിച്ച, ആ മതിൽക്കെട്ടിനുള്ളിൽ മാത്രമായിരുന്ന ഈ വിശുദ്ധ ആഗോള പ്രേക്ഷിത ദൗത്യത്തിൻ്റെ മധ്യസ്ഥയാകുമ്പോൾ ഓർക്കണം, നാം ആയിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ അതിർത്തികളോളം സുവിശേഷം പ്രസംഗിക്കുവാനും ക്രിസ്തു സാക്ഷിയാകാൻ കഴിയുമെന്നും നമ്മെ ഈ വിശുദ്ധ പഠിപ്പിക്കുന്നു. ചെറിയ പുണ്യങ്ങളിലൂടെ വലിയ വിശുദ്ധരാകാൻ നമ്മളെല്ലാവരും പ്രയത്നിക്കണം എന്ന് നമുക്ക് നല്ലൊരു മാതൃകയും സന്ദേശമാണ് വിശുദ്ധയുടെ ജീവിതം. കുഞ്ഞു ജീവിതത്തിലൂടെ വലിയ നന്മ പ്രപഞ്ചത്തിന് നൽകിയ ഈ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയട്ടെ. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പോലെ കുഞ്ഞുങ്ങളായിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്ക സ്നേഹത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് വളരാനും കുഞ്ഞുങ്ങളെപ്പോലെ ആയിത്തീരാനുമുള്ള ആത്മീയ ബലം നമുക്കുണ്ടാകട്ടെ. നാം എത്ര വളർന്നാലും ശിശുസഹജമായ ആത്മീയത കൈവിടിയുന്നില്ലെങ്കിൽ നമുക്കും വിശുദ്ധരായി തീരാൻ കഴിയുമെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുസ്വരൂപത്തിലേക്ക് നാം നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ ചിന്ത എന്തെന്നോ, കുരിശിനെ പ്രണയിച്ച ഒരു പെൺകുട്ടി. ഒരു പിടി റോസാപ്പൂക്കൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് അവൾ. അതിനിടയിൽ ക്രൂശ് രൂപം കാണാം. ഇതായിരുന്നു അവളുടെ ജീവിതം. നിറപുഞ്ചിരിയോടുകൂടി ജീവിതത്തിൻ്റെ സഹനങ്ങളെ, നൊമ്പരങ്ങളെ ഏറ്റെടുത്തു. എല്ലാം പിതാവിൻ്റെ ഇഷ്ടമെന്ന് കരുതി സഹിക്കുവാനും ദൈവ തിരുമനസ്സിന് മുമ്പിൽ സമർപ്പിക്കുവാനും അവൾക്ക് സാധ്യമായി. ജീവിത വിജയം നിലകൊള്ളുന്നത് ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെയും ആനന്ദങ്ങളുടെയും നിമിഷങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ കുരിശുകൾക്കിടയിൽ കൂടിയാണ് എന്ന് തിരിച്ചറിയാനും അങ്ങനെ ഭൂമിക്ക് സഹനത്തിന് അർത്ഥമുണ്ടെന്നുള്ള പാഠം നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധയുടെ മഹനീയ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത സഹനത്തിൽ തളരാതെ മുന്നേറാൻ നമുക്ക് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.